വന്യമൃഗശല്യം നേരിടാൻ കേരളവും കർണാടകവും യോജിച്ച് പ്രവർത്തിക്കും. ഉടമ്പടിയിൽ ഇരു സംസ്ഥാനങ്ങളും ഒപ്പിട്ടു. മനുഷ്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തും. ബന്ദിപ്പൂരിൽ ചേർന്ന മന്ത്രിതല ഉന്നത യോഗത്തിലാണ് തീരുമാനം. വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റം വേണമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മനുഷ്യ വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തി വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി പ്രശ്നം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ തേടുക. പ്രശ്നങ്ങളിൽ നടപടിയെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കി അതിവേഗ ഇടപെടലിന് നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. ഒരു നോഡൽ ഓഫീസറും സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരും ഉപദേശക സമിതിയും പ്രശ്നമേഖലയിൽ ഇടപെടാൻ 3 സംസ്ഥാനങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള വർക്കിംഗ് ഗ്രൂപ്പും അടങ്ങുന്നതാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തന രീതി. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബന്ദിപ്പൂർ, മുതുമലൈ, നാഗർഹോളെ, വയനാട് വന്യജീവി സങ്കേതങ്ങളിൽ നിന്നുള്ള ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വ്യാപക കൃഷിനാശവും മനുഷ്യജീവന് ഭീഷണിയും സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് 3 സംസ്ഥാനങ്ങൾക്കും ബാധകമായ നയരൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായത്. ബേലൂർ മഗ്നയുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് യോഗം ചേരാൻ തീരുമാനിച്ചത്. അതേസമയം വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന് കർണാടക വനമന്ത്രി ഈശ്വർ ഖഡ്രെയും കേരളത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രനും യോഗത്തിൽ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, വയനാട്.